ഹരീഷേ, നിങ്ങൾ എവിടം വരെ എത്തി? എങ്ങോട്ടെങ്കിലും എത്തണോ അതോ തിരിച്ചു പോരണോ എന്ന് ഞങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ അനുജന എല്ലാം കുളവാക്കിയത്. അവനിതൊരു വിളിച്ചില്ലേ? ഇല്ല, ഞാൻ വിളിച്ചപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ബന്ദിപ്പൂരിലെ ഓരോ ഹോട്ടലിലും ചെന്ന് നരേന്ദ്രൻ നമ്പിയെ തിരക്കാൻ പറ്റുമോ? ഈ പദ്ധതി പൊളിഞ്ഞ അതിന്റെ സകല ഉത്തരവാദിത്വവും ദേവരാജനാ. എന്ന് വെച്ചാ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി. പിന്നെ നരേന്ദ്രൻ നമ്പിയെ തട്ടണമെന്ന് പറഞ്ഞ് അടുത്താഴ്ച വീണ്ടും എൻ്റെ അടുത്തേക്ക് വരരുത്. നിങ്ങൾ പേടിക്കണ്ട, അങ്ങനെയൊന്നും പിന്മാറുന്നവനല്ല ദേവൻ. എന്തായാലും അവൻ വിളിക്കാതിരിക്കില്ല. നോക്കാം. എന്താവും എന്തോ. അവനാ എവിടാ ദേവരാജ? ഞാൻ ബന്ദിപ്പൂരിലുണ്ട് ഹരീഷേ. നമ്മുടെ ടാർജറ്റും ഇവിടെ തന്നെയുണ്ട്, എൻ്റെ കണ്ണെത്തുന്ന അകലത്തിൽ. നീ എന്താ ഒന്ന് വിളിക്കാഞ്ഞത്? ഞങ്ങളിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഇപ്പോഴാണ് എനിക്ക് അങ്കിളിനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഹോട്ടൽ ഗംഗോത്രി ഗാർഡൻസിലാണ് താമസം. റൂം നമ്പർ 301. ഇല്ല, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. തമ്പി എവിടാന്ന് പിടികിട്ടി. വാ കേറ്. അവരെത്തുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. കൂപ്പിട്ട് പാക്കണമാ മാഡം? हाय दीदी, हम लोग लेट तो नहीं हो गए ना? कोई बात नहीं, अभी तो टाइम है. नरेंद्र कहाँ है? बेंदीपुर के एक होटल में. वो अकेला है या उसके साथ और कोई है? कोई भी नहीं है. नरेंद्र पुलिस को हमारा खबर तो नहीं देगा ना? नहीं, वो उसका तरीका नहीं है. सब कुछ सुरक्षित है. तो फिर नरेंद्र को आने को बोलते हैं. കൽപ്പനെ, ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? നരേന്ദ്രൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. 14 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നവളാ കൽപ്പന. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അവിടുന്ന് ഉടനെ ഇറങ്ങുക. പ്രമാണങ്ങൾ അടങ്ങിയ സൂട്ട് കേസും എടുത്തിരിക്കണം. ഞാൻ എങ്ങോട്ട് വരണോന്ന് പറയേ? ബാസിലവാടി. അങ്ങോട്ടുള്ള വഴി ഞാൻ യാത്രക്കിടയിൽ പറഞ്ഞുതരാം. ഒരു കാര്യം, കൂടെ ആരും ഉണ്ടാവരുത്. ഇനി ആരെയും ഫോണിൽ വിളിക്കരുത്. ഉടനെ ഇറങ്ങിക്കൊള്ളൂ. കുറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. എത്ര ദൂരം? എണ്ണ ഫുൾ ടാങ്ക് അടിച്ചോളാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? വെക്കുന്നു. നരേന്ദ്രൻ റെഡിയായി കഴിഞ്ഞു. നമുക്കുടനെ ഇവിടുന്ന് തിരിക്കാം. ഉമ്മർ, ചലോ. ഇതാ മുച്ചായ.
ദാ പത്രം. രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട മരുന്നോ ഗുളികയോ ഉണ്ടോ? ഇല്ല. ആ, അമ്മൂന് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയണം. നരേന്ദ്രൻ വന്നു കഴിഞ്ഞ് ഞങ്ങളെ വഴക്ക് പറയാൻ ഇടയാവരുത്. നരേന്ദ്രൻ തിരിച്ചു വരാൻ ഏതായാലും കുറച്ചു ദിവസം കഴിയുമല്ലോ. ഒരുപാട് ദിവസമൊന്നും വേണ്ടി വരില്ല. മിക്കവാറും നാളെ രാത്രി തന്നെ തിരിച്ചെത്തും. ആ, അമ്മേ, ഇങ്ങോട്ട് കേറി വാ ജയ. കാര്യങ്ങളൊക്കെ അമ്മൂനോട് തുറന്ന് സംസാരിക്കാതെ എങ്ങനെയാ? കൽപ്പനയുടെ അടുത്തേക്കല്ലേ പോയിരിക്കുന്ന. അത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമെന്നൊന്നും കരുതണ്ട. അവളുമായിട്ട് വില പേശണ്ടേ? അങ്ങനെ പെട്ടെന്നൊന്നും അടുക്കുന്നതിനോ വല്ല കൽപ്പന. ആരുടെയെങ്കിലും മുമ്പിൽ തോൽക്കാനോ മുട്ടുമടക്കാനോ തീരെ മനസ്സില്ലാത്ത ആളാണല്ലോ അങ്കിള്. കൽപ്പന എവിടെയാന്ന് പോലും അറിയില്ലല്ലോ. അവളെ കണ്ടുപിടിച്ച് സംസാരിച്ചു കഴിഞ്ഞാലല്ലേ ശീതളിനെ തിരിച്ചു കിട്ടൂ. അങ്കിളിപ്പോ ബന്ദിപ്പൂർ വരെയല്ലേ എത്തിയുള്ളൂ. എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടമ്മോ. അങ്കിൾ ഇന്നലെ രാത്രി ഏത് ഹോട്ടലിലാ തങ്ങിയെന്ന് വരെ എനിക്കറിയാം. ഏത് ഹോട്ടലിലാ? ജയേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ഹോട്ടലിന്റെ പേരൊക്കെ അമ്മൂന് അറിയാലോ. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഒരു ഒളിച്ചുകളി? ഈ സമയത്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയുന്നതല്ലേ അമ്മു എല്ലാവർക്കും നല്ലത്. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ഓടിച്ചെല്ലാം ഞാനും ദേവന് മാത്രമേ ഉള്ളൂ. അത് ഓർമ്മ വേണം. ഈ കാലം വെച്ചോണ്ട് പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും പറ്റുമോ അമ്മൂന്? കൽപ്പന മുമ്പേന്ന് ഗുണ്ടകളെ ഇറക്കുമതി ഇത് കാത്തിരിക്കാന്ന് ഞങ്ങൾ അറിഞ്ഞത്. അവരുടെ നടുവിലേക്കല്ലേ അങ്കിൾ ഒറ്റയ്ക്ക് പോയിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ വേണോ അമ്മു ഈ ഒളിച്ചുകളി? കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഒരു സംഘത്തോട് മുഴുവൻ നരേന്ദ്രൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഇവിടെ ഞാനും ദേവനും ഉണ്ട്. നല്ല തടിമിടുക്കും തന്റെയോടുള്ള ഫ്രണ്ട്സും ഞങ്ങൾക്കുണ്ട്. പക്ഷെ അങ്കിൾ എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് ഓടി ചെല്ലാൻ പറ്റൂ. അറിയുന്ന വിവരങ്ങൾ അപ്പം ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്ന അങ്കിളിനെ ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കാം. അങ്കിളിനെ മാത്രമല്ല, ശീതളിനെ. എത്തിയോന്ന് ചോദിക്കൂ. ഹലോ, യതി നീ എത്തിയോ? ഞാൻ പുലർച്ചയ്ക്ക് എത്തി. രാവിലെ ചായ കൂടിയും കഴിഞ്ഞു. നിങ്ങളെവിടെയാ? വന്നുകൊണ്ടിരിക്കുക. ഞാൻ ടൗണിലേക്ക് വരുന്ന വഴിക്ക് റോഡരികിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? എത്ര സമയം എടുക്കും എത്താൻ? കൂടിയാൽ അരമണിക്കൂർ. ഞാൻ റോഡരികിലുണ്ടാവും. ഒമിനി അല്ലേ? അതെ, സിൽവർ കളർ. ഓക്കെ. ആരാടാ യതി? അങ്ങനൊരു പേര് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. വിക്രമന്റെ കൂട്ടുകാരനാ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചുള്ള പരിചയ. നല്ല ഒന്നാം തരം കില്ലർ. രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും കുടിപ്പക തീർക്കാൻ അവനെയാ വാടക എടുക്കുന്നത്. ഭംഗിയായിട്ട് ജോലി തീർത്ത് തരും. പൈസ കൊടുക്കണ്ടേ? 2 ലക്ഷം രൂപ അഡ്വാൻസ്, 1 ലക്ഷം. ജോലി തീർത്ത് കഴിയുമ്പോൾ ബാക്കി. പിന്നെ കേസ് വന്നാൽ അതിന് ചെലവ് കൊടുക്കണം. അത്രയ്ക്ക് വേണമായിരുന്നു. നല്ല കൈത്തടക്കമുള്ള ഒരുത്തൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ എന്തിനാ അങ്കിളെ ചോര പറ്റിക്കുന്നേ? പിന്നെ നമ്മളെന്തിനാ ഇത്രയും പേർ? യതിയെ തന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അങ്കിൾ എന്തായി പറയുന്നത്? പാലപ്പടിക്കലെ വിജയകൃഷ്ണനെ കൊല്ലാൻ ഒരു എറുമ്പിനെ കൊല്ലുന്ന ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നരേന്ദ്രൻ തമ്പി ഐറ്റം വേറെയാ. മുംബൈയിലെ 18 അടവും പയറ്റി തെളിഞ്ഞ ഒരു ഒന്നാം തരം ദാദ. 4-5 പേരെയൊക്കെ അയാൾ പുല്ലുപോലെ അടിച്ച് താഴെയിടും. മർമ്മം നോക്കി അടിക്കാൻ ഒരുത്തം വേണ്ട നമ്മുടെ കൂടെ. എന്തെങ്കിലും ആട്ടെ, നീ ആ ദേവരാജനെ ഒന്ന് വിളിക്കും.
ദേവരാജ്, നീ എന്ത് ചെയ്യാ? ഞാൻ വെയിറ്റിംഗാ. ടൗണിനടുത്ത് തന്നെ ഉണ്ട്. നരേന്ദ്രൻ തമ്പി തപ്പിച്ച് പോരുത്. ടൗണിൽ നിന്നും അല്പം മാറിയ ഗംഗോത്രി. എനിക്കിവിടെ നിന്ന അങ്കിളിന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. മാത്രമല്ല, ഞാൻ ജേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിൾ ഇതുവരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോ അമ്മൂനെ വിളിക്കും. ഓക്കെ, ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. ഒരു 15 മിനിറ്റ്. ഇതുവരെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ്. എല്ലാ ലിങ്കും വർക്ക് ചെയ്യുന്നുണ്ട്. പോവാം. കയറ്. ഹലോ അമ്മു, അമ്മു, നീ അവിടെ എന്ത് ചെയ്യാ? ഞാൻ വിളി കാത്തിരിക്കുകയായിരുന്നു. നീ രാത്രി ഉറങ്ങിയില്ലേ? നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? എനിക്ക് ഒരു സമാധാനമില്ല ഇവിടെ ഇരുന്നിട്ട്. ഞാനും കൂടി വരേണ്ടതായിരുന്നു. അമ്മു മോളെ, എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? വേണ്ടായിരുന്നു. ഇതെനിക്ക് താങ്ങാൻ വയ്യ. അമ്മു പറയുന്നത് കേൾക്ക്. ഇവിടെ ഇപ്പോ നീ ഭയപ്പെടുന്ന പോലൊന്നുമില്ല. രാവിലെ കൽപ്പന വിളിച്ചായിരുന്നു. ഒരു റൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ചെല്ലണം. അത് ഏത് റൂട്ടാണെന്നൊന്ന് പറഞ്ഞതാ. ഞാനെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? ബന്ദിപ്പൂർ ടൗണിൽ നിന്നും
ബിസലവാടി പോകുന്ന റൂട്ടാ. കൃത്യസ്ഥലം പറഞ്ഞിട്ടില്ല. ആ റൂട്ടിൽ എവിടെയോ കൽപ്പന കാത്തു നിൽക്കും. ബിസലവാടി. ബസിലവാടി. കുറെ ദൂരമുണ്ടോ അങ്ങോട്ടേക്ക്? കൃത്യമായിട്ട് അറിയില്ല. പോയി നോക്കാം. നമുക്ക് ഒരു ഡിമാൻഡും വേണ്ട കേട്ടോ. ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കുക. വഴക്കിന് നിൽക്കല്ലേ. എങ്ങനെങ്കിലും നമുക്ക് ജീവിക്കാം. എല്ലാം അവൾക്ക് കൊടുത്തേക്ക്. നീ വിഷമിക്കല്ലേ. മർക്കടമുഷ്ടിയൊന്നുമില്ല എനിക്ക്. സമാധാനായിട്ടിരിക്കെ. ഇനി കൽപ്പനയെ കണ്ടിട്ടേ ഞാൻ വിളിക്കൂ. കാണുന്നതിന് മുൻപ് ഒന്നുകൂടെ വിളിക്കണേ. ഇല്ലെങ്കിൽ എന്റെ ചങ്ക് പൊട്ടിപ്പോവും. ശരി, വിളിക്കാം. റേഞ്ച് ഉണ്ടാവോന്നറിയില്ല. ഇവിടെ എല്ലാം വനപ്രദേശങ്ങളാ. വിളിക്കണേ പ്ലീസ്. റേഞ്ചിൽ വരുമ്പോ വിളിക്കണേ. വിളിക്കാം. വെക്കട്ടെ. ബൈ. എന്തായി ദേവരാജ? തമ്പി പുറപ്പെട്ടു. ഇപ്പൊ തന്നെ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോവും. റെഡിയായിരുന്നു. ഓക്കെ, കമോൺ, ഗെറ്റ് റെഡി, ക്വിക്ക്. ദേവരാജ കണ്ടു, ഞങ്ങൾ പുറകെത്തിരിക്കുക. ഞാൻ ഇവിടെ തന്നെ കാണും. നിങ്ങൾ ജോലി തീർത്ത് തിരിച്ചെത്തുന്നതുവരെ. ഓക്കെ? ഓക്കെ.